ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ മുരിങ്ങക്കോൽ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്കോൽ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഞാരുകളൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസുകളായിട്ട്. അതിനെ രണ്ടായിട്ട് പൊളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും വേപ്പില ഇട്ട് കൊടുക്കുക. അതോടൊപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വാട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കോല് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കോല് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടിയെ തുറന്നിട്ട് നമ്മൾ വെള്ളം വറ്റുമെന്നും നോക്കാം. അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ 2-3 തവണ ഞാൻ മൂടിയെ തുറന്ന് വെള്ളം വറ്റുമെന്ന് നോക്കിയിട്ടുണ്ട്, ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുരിങ്ങക്കോലിലെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ മുരിങ്ങക്കോല് മെഴുക്ക് പുരട്ടി. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നുള്ളൂ. ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കോലിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിലത്തത് മാത്രം എടുത്തിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കും. അങ്ങനെ വെക്കാണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം, നല്ല രസമുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മുരിങ്ങക്കോല് ഉപ്പേരി ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കോല് ഉപ്പേരിയോ മെഴുക്ക് പുരട്ടി എന്ത് വേണമെങ്കിലും ഇതിനെ പറയാം കേട്ടോ. ഒഴിച്ചു കറി അല്ലല്ലോ, അതുകൊണ്ട് മെഴുക്ക് പുരട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു.